ഞങ്ങൾ 3 കൂട്ടുകാർ ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഒരു ബിരിയാണി ഷോപ്പ് തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ നടക്കുകയാണ്. പക്ഷേ അറിയില്ല, ബിരിയാണി കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഞങ്ങൾ 3 പേർക്കും ബിരിയാണിയുടെ ABCD അറിയില്ല. അപ്പോഴാണ് സാറിൻ്റെ ഒരു വീഡിയോ, ഞങ്ങളുടെ ഡിസ്കഷൻ ഇടയിലാണ് സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ കേട്ട കാര്യങ്ങൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. 45 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് ബിരിയാണി പഠിക്കാൻ പറ്റും, 45 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, 100 സ്ക്വയർ ഫീറ്റിലൊരു ഷോപ്പ് ചെയ്യാൻ പറ്റും, ഡൈനിങ് ഉൾപ്പെടെ. ഇതൊക്കെ കേട്ടപ്പോൾ അൺബിലീവബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവം നടക്കില്ല, വരണ്ട എന്ന് തന്നെയായിരുന്നു നമ്മുടെ ധാരണ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫാന്റാസ്റ്റിക് ആയിട്ട് സാർ അത് പ്രസന്റ് ചെയ്ത് വളരെ ഫീസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് സാർ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 15 സാറ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് സാർ ഒരു ക്യാപ്സ്യൂളാക്കി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നത്. സാറിൻ്റെ ഒരു ബിസിനസ് സീക്രട്ട്, സാധാരണഗതിയിൽ ഒരാൾക്കൊരു ഫൈൻ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും, ഞാനാണെങ്കിൽ പോലും കൊടുക്കത്തില്ല, പുറത്ത് കൊടുക്കത്തില്ല. പക്ഷെ സാർ അതിനെ നമുക്കൊക്കെ തരാനുള്ളൊരു മനസ്സ് കാണിക്കുകയും സാറത് പിടിച്ചു വെക്കാതെ ആൾക്കാരുടെ നല്ല എന്താ പറയുന്നത് എന്റർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട്, ആൾക്കാരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഉദ്ദേശത്തിന് തന്നെയാണെന്നാണ് ഞാൻ ഡെഫിനറ്റ്ലി മനസ്സിലാക്കുന്നത്. നമ്മള് മരിച്ചു പോകുമ്പോ കരയാൻ പറ്റിയ 10 ആൾ ഉണ്ടാക്കിയിടുന്നു ഞാൻ കാരണം അങ്ങനെ കുറച്ച് ആള് വേണം, അത് സൃഷ്ടിക്കാനാണ് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അന്നൊരു മുക്കത്തുള്ളൊരു ജീപ്പിടെ കാരണം ആ ജീപ്പിനാണ് കുറെ എല്ലാരും ജനങ്ങളും കൊണ്ടൊരു കുത്തിത്തിരിക്കാതെ എന്നാലായിട്ട് ബസ്സകളാണ്. അപ്പൊ അവിടെ ചോദിച്ചു എത്ര ചാക്കര, ഞാനൊന്ന് മരിച്ചു, ഞാൻ ജീപ്പ് കൊണ്ടുവന്നിട്ട് അപ്പൊ ഈ ജീപ്പിനെ കൊണ്ട് ആൾക്കാരെ പറയുന്നത് അയാൾക്കത് മുന്നിലാണ്. അതെ, വളരെ കറക്റ്റാണ്. അത്തരത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, സാറ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു ബിസിനസ് വാല്യൂ കൂടാതെ ഒരു നന്മയും ഒരു മനുഷ്യത്വം കൂടെയാണ്. അതിന് ഞാൻ വളരെ സിൻസിയറായിട്ട് ഈ ഗ്രൂപ്പിന് വേണ്ടി സാറിന് താങ്ക് യു പറയുന്നത്. താങ്ക്സ് സോ മച്ച്.